നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമ്മുടെയൊക്കെ കരം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ പേ ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ്, ബിൽഡിംഗ് ടാക്സ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഏതാനും ഒരു കുറച്ച് ഡീറ്റെയിൽസ് മാത്രം മതി നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ വഴി അയക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഹെൽപ്പ്, ഇടനിലക്കാരൻ്റെ ഹെൽപ്പിന് ആവശ്യമില്ല, അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി അടയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ മൊബൈൽ വഴി വളരെ സിമ്പിളായിട്ട് കരം അടയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് എത്രയാണ് നെക്സ്റ്റ് ഇയറിലേക്കുള്ള കരം എന്ന് അറിയായിരിക്കാം, അതല്ല നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ഒരു വിഷയമില്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴത്തേനും നമ്മുടെ കരം എത്രയാണെന്ന് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അതുവഴി തന്നെ നമുക്ക് ആ കംപ്ലീറ്റ് ആയിട്ട് കരം അടച്ച് നമുക്ക് റിസിപ്റ്റും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ വന്നിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റായ taxisg.kerala.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരിക. കേരള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് നമ്മുടെ കരം അടയ്ക്കാനുള്ളത്. ഇതിൻ്റെ അത് സഞ്ജയ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ജില്ല ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നോർമലായിട്ട് തിരുവനന്തപുരമാണ് കിടക്കുന്നത്. നിങ്ങളുടെ ജില്ല ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ ഡിസ്ട്രിക്റ്റ് ഇടുക്കിയാണ്, അതുകൊണ്ട് ഇടുക്കി എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. എൻ്റെ പഞ്ചായത്താണ്, അതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് താഴെ ഈ സെർച്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് നമ്മുടെ ഇടുക്കിയിലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് കിട്ടും. അപ്പം നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇപ്പം എൻ്റെ അറക്കുളം ഗ്രാമപഞ്ചായത്താണെങ്കിൽ അതിന് വലത് സൈഡിലായിട്ട് സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വ്യക്തമായി നമ്മളെ ശരിയായ രീതിയിലാണ് കയറി വന്നിരിക്കുന്നതെന്ന്. അപ്പം ഇനി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ, ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വീണ്ടും നെക്സ്റ്റ് പേജിലേക്ക് വരും. അപ്പോൾ നമ്മൾ ക്വിക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ വാർഡിൻ്റെ ഇയർ. അപ്പോൾ ഈ വാർഡിൻ്റെ ഇയർ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പ്രീവിയസ് കരമടച്ച റെസിപ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ഏതാനും വർഷങ്ങൾ വരും, അതും സെലക്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പം നിങ്ങളുടെ പ്രീവിയസ് കരമടച്ച റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ജസ്റ്റ് ഒരു യെല്ലോ കളറിലുള്ള ഒരു സംഭവം ഉണ്ടാവും. ഇങ്ങനെ എല്ലായിടത്തും ഒട്ടിച്ച് വെച്ചേക്കുന്ന വീടിൻ്റെ നമ്പറും കെട്ടിടത്തിൻ്റെ നമ്പറും വാർഡും എല്ലാം കൂടെ കൂടിയത് അതിൻ്റെ അകത്തും എഴുതിയിട്ടുണ്ടാവും ഇയർ, ഒപ്പം വാർഡ് നമ്പർ, ഡോർ നമ്പർ. സബ് നമ്പർ നമുക്ക് ആവശ്യമില്ല. നിങ്ങളുടെ വാർഡിൻ്റെ നമ്പർ എത്രയാണോ അത് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ നമ്പർ എത്രയാണോ, ഡോർ നമ്പർ. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് വാർഡ് ഇയർ, നിങ്ങളുടെ വാർഡ് നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ നമ്പർ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും സിമ്പിളായിട്ട് കിട്ടും. പഴയ റെസിപ്റ്റിൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അവിടെ നിന്ന് ഇത്രയും സാധനങ്ങൾ അടിച്ചു കൊടുത്തതിന് ശേഷം സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങളുടെ അടിസ്ഥാനപരമായ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. 309 രൂപയാണ് ഇവിടെ ടോട്ടലായിട്ട് നമ്മൾ അടയ്ക്കേണ്ടത്. ഇവിടെ ടോട്ടലായിട്ട് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കംപ്ലീറ്റ് ആയിട്ട് 1 ഇയറിൻ്റെ നമുക്കിവിടെ കാണാൻ സാധിക്കും. 309 രൂപയാണ് ഫൈനലായിട്ട് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പം ഇത് കണ്ട് ഒന്നുകിൽ അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ്ലി നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിലും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന എമൗണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം പേ ചെയ്യുന്നതിന് വേണ്ടി ഇമെയിൽ ID താഴെ അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇമെയിൽ ID, മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് വരുന്നുണ്ട്, അത് അതുപോലെ തന്നെ അടിച്ചു കൊടുത്തതിന് ശേഷം പേ നൗ എന്ന ഓപ്ഷൻ തിരഞ്ഞു കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എമൗണ്ട് വീണ്ടും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പേ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പേ നൗ എന്ന് എല്ലാവരും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഏത് മെത്തേഡിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ UPI വഴി ചെയ്യാം, അല്ലെങ്കിൽ കാർഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വെച്ച് ചെയ്യാം, സ്മാർട്ട് ചെക്ക് ഔട്ട് ചെയ്യാം. അപ്പം മാക്സിമം എല്ലാവരുടെയും കയ്യിലുള്ളതാണ് UPI അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ് വെച്ചും ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് കൊടുത്തു. നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എല്ലാ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. അപ്പം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക, പേയ്മെൻറ്റ് ചെയ്യുക. കൃത്യമായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് സക്സസ്ഫുൾ പേയ്മെൻറ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. റിസിപ്റ്റ് അടച്ചത്, എമൗണ്ട്, ഡേറ്റ്, എമൗണ്ട് എല്ലാം കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഡൗൺലോഡ് റെസിപ്റ്റ് എന്നേ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഡൗൺലോഡ് റെസിപ്റ്റ് എന്നേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള
നമ്മുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, റിസീപ്റ്റ് നമ്പർ, അതുപോലെ തന്നെ നമ്മൾ അടച്ച എമൗണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നുകിൽ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ ഇതൊന്ന് ഈ റെഫറൻസ് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെയൊക്കെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ കരമടയ്ക്കാനുള്ള മെസ്സേജൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മെസ്സേജ് കിട്ടിയില്ലെങ്കിലും ഇവിടെ പോയി തന്നെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കരം അടയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടുവെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.